അതിനെയൊക്കെ പ്രതിരോധിച്ച് നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കാൻ നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞു. എങ്ങനെയാണെന്നറിയോ? ഈ പെട്രോളിന് വില കൂട്ടിയതുകൊണ്ട് തന്നെയാണെന്നേ, ഗ്യാസിന് വില കൂട്ടിയതുകൊണ്ട് തന്നെയാണെന്നേ. 2025-26 വർഷത്തെ നമ്മുടെ പ്രതിരോധ ബഡ്ജറ്റ് എത്രയാണെന്നറിയോ? 6,81,210.27 കോടി എന്ന് പറഞ്ഞാൽ 7 ലക്ഷം കോടി രൂപയുടെ അടുത്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിരോധ ബജറ്റ്. വീട്ടിൽ കിടന്നുറങ്ങണ്ടേ? ഞാനൊരു കാർട്ടൂൺ കണ്ടു. നമ്മൾ കട്ടിൽ കിടന്നുറങ്ങുകയാണ്. ഒരു ഭടൻ ഇങ്ങനെ കൈ വിടർത്തി നിന്നിട്ട് ആ കിടന്നുറങ്ങുന്ന ഇന്ത്യക്കാരുടെ നേരെ വരുന്ന എല്ലാ മിസൈലുകളെയും ബോംബുകളെയും പ്രതിരോധിക്കുന്നു. അതല്ലേ നമ്മൾ കണ്ടത്? നമ്മൾ വീടുകളിൽ കിടന്ന് പരമാവധി എന്താ ഈ ബ്ലാക്ക് ഔട്ടിൻ്റെ സമയത്ത് അതിർത്തി സംസ്ഥാനങ്ങളിലും അതിർത്തി ജില്ലകളിലുമുള്ള ജനങ്ങളോട് പറഞ്ഞു ബ്ലാക്ക് ഔട്ട് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് എല്ലാവരും വീട്ടിൽ കിടന്നുറങ്ങി. പക്ഷെ ഉറങ്ങാതെ ഇരുന്നു ആര്? സൈന്യം. നമ്മുടെ സൈന്യം, നമ്മുടെ കാവൽക്കാർ, നമ്മുടെ രക്ഷകർ. അവർക്ക് വേണ്ടി നമ്മൾ മിലിറ്ററി ബജറ്റ്, പ്രതിരോധ ബജറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അയ്യോ പാടില്ല പാകിസ്ഥാനെ ആക്രമിക്കാനോ, അയ്യോ പാടില്ല, യുദ്ധം ഒന്നിനും പരിഹാരമല്ല, യുദ്ധം ഒന്നിനും പരിഹാരമല്ല. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കൈകെട്ടി നിന്ന് അവൻ തലവെട്ടാൻ വന്ന നിന്ന് കൊടുക്കണം എന്ന് പറയുന്ന ആളുകളുള്ള രാജ്യമാണിത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.